ായി സവർണ ജാതിബോധം ഉള്ളിൽ പേറുന്ന വെറും ഒരു സംഖ്യയാണ് താനെന്ന് വി മുരളീധരൻ വീണ്ടും തെളിയിച്ചിരിക്കുകയാണ്. ഒരു ട്രൈബൽ സ്കൂളിൽ പട്ടികജാതി പട്ടികവിഭാഗത്തിൽ പറയുന്ന കുട്ടികൾ പഠിക്കുന്ന, പാവപ്പെട്ടവൻ്റെ മക്കൾ പഠിക്കുന്ന ഒരു സ്കൂളിൽ പോയി പ്രവേശനോത്സവത്തിന് മിഠായി കൊടുക്കുന്ന ഒരു വീഡിയോ വി മുരളീധരൻ എന്ന് പറയുന്ന മുൻ കേന്ദ്രമന്ത്രിയായിരുന്ന ഇപ്പോൾ കഴക്കൂട്ടത്തിൻ്റെ MLA ആയ ആൾ കൊടുക്കുന്നൊരു വീഡിയോ ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ വൈറലായിട്ടുണ്ട്. മുട്ടായി എടുത്ത് ആ കൊച്ചു പിള്ളേരുടെ കയ്യിൽ കൊടുത്താൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത്? വി മുരളീധരൻ എന്ന് പറയുന്ന MLA എന്ത് സംഭവിക്കാൻ പോകുന്നു? MLA ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. പക്ഷെ എന്തുകൊണ്ടാണ് താങ്കൾ ഈ ഡെസ്കിൻ്റെ പുറത്ത് കുട്ടികളുടെ മുമ്പിൽ മുട്ടായി തട്ടിക്കൊടുത്തിട്ട് പോയത്? കുട്ടികൾക്ക് നേരിട്ട് കൈകൾ കൊടുത്താൽ അശുദ്ധമാവുമെന്ന് കരുതിയാണ്. താങ്കളിങ്ങനെ പേറി നടക്കുന്ന ഈ സവർണ ജാതീയത, ഇത് എത്ര കാലം നിങ്ങൾക്കിങ്ങനെ കൊണ്ടു നടക്കാൻ വേണ്ടി കഴിയും? നിങ്ങൾക്കൊരു അസുഖം വന്നാൽ, നിങ്ങളുടെ രക്തം മാറ്റിവെക്കേണ്ട ഏതെങ്കിലും ഒരു രക്തദാനം നടത്തേണ്ട ഒരു ആവശ്യം വന്നാൽ നിങ്ങൾ പറയൂ, നിങ്ങളുടെ ജാതിയിൽപ്പെട്ട ആളുടെ രക്തം മാത്രമേ ഞാൻ സ്വീകരിക്കുമെന്ന്? കഷ്ടമാണ്. ഈ കാലത്തും നിങ്ങളെ സംഖ്യകളാണ്, സംഘപരിവാറുകാരാണ്, ജാതീയത ഉള്ളിൽ പേറിക്കൊണ്ട് നടക്കുന്നതാണ്, സവർണ മനോഭാവം ഉള്ളിലുള്ളവരാണ്. പക്ഷെ കൊച്ചുകുട്ടികളോട് പോലും ഇങ്ങനെ കാണിക്കുന്നത് ശരിയല്ല. എന്തുകൊണ്ടാണ് നിങ്ങൾ അങ്ങനെ ചെയ്തതെന്ന് പൊതുസമൂഹത്തിനോട് പറയാനുള്ള ബാധ്യത നിങ്ങൾക്കുണ്ട്. അത് ആ വീഡിയോ കണ്ടാൽ കൃത്യമായിട്ട് മനസ്സിലാവും. നിങ്ങൾ കയ്യിൽ കൊടുക്കാവുന്നതേ ഉള്ളൂ. ഓരോ മുട്ടായി എടുത്ത് കുട്ടികളുടെ കയ്യിൽ കൊടുക്കാവുന്നതേ ഉള്ളൂ. ഡെസ്കിൽ ഇങ്ങനെ തട്ടിയിട്ട് കൊടുക്കേണ്ട കാര്യമുണ്ടായിരുന്നില്ല. നിങ്ങൾ എന്തുകൊണ്ട് അത് കൊടുത്തില്ല? നിങ്ങൾ എന്താണ് അങ്ങനെ ഡെസ്കിൽ തട്ടി കിട്ടുന്ന വഴി നിങ്ങൾ എന്താണ് അതിൽ കൂടെ കൊടുത്ത മെസ്സേജ്? നിങ്ങൾ എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്? നിങ്ങളൊരു MLA ആണ്. നിങ്ങൾ സംഘപരിവാറിൻ്റെ ഏതെങ്കിലും ശാഖയിൽ കബഡി കളി നടത്തി മറ്റേ കാക്കി നിക്കർ ഇട്ടുകൊണ്ട് നടക്കുന്ന പഴയ ആളല്ല. ഇപ്പോൾ ജനപ്രതിനിധിയാണ്. ആ ഉത്തരവാദിത്വം നിങ്ങൾ കാണിക്കണ്ടേ? അതോ ഉത്തരേന്ത്യൻ മോഡലിൽ ഉള്ളതുപോലെയുള്ള ജാതീയ സവർണ മേധാവിത്വം ഇവിടെ കൊണ്ടുവരാനാണ് ശ്രമിക്കുന്നത്? നിങ്ങൾ മറുപടി പറഞ്ഞേ മതിയാവും. നിങ്ങൾ എന്തിനാണ് അങ്ങനെ ചെയ്തത്?